വാരിജ ഉത്ഭവ മുഖ വാരിജ വാസേ. വാരിജ ഉദ്ഭവം. വാരിജം താമര. താമരയിൽ നിന്ന് ഉദ്ഭവിച്ചത് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെ മുഖവാരിജം, മുഖമാകുന്ന താമരയിൽ വാസേ, വസിക്കുന്നവളായ ബാലേ, അലയോ സുന്ദരി. വാരിധി തന്നിൽ, വാരിധി സമുദ്രം, ആ സമുദ്രത്തിൽ തിരമാലകൾ എന്ന പോലെ, തിരമാലകൾ എന്ന പോലെ, ഒരു സമുദ്രത്തിൽ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ ഭാരതീ പദാവലി, ആ വാക്കുകൾ, പദാവലി, അതിൻ്റെ കൂട്ടം, പദങ്ങളുടെ ആ കൂട്ടം കാലേ കാലേ തോന്നണം. ആ സമയാസമയത്ത് എന്താണോ അതിന് കൃത്യമായ വാക്ക്, അതെന്റെ മനസ്സിൽ തോന്നേണം ദേവി. പാരാതെ തടസ്സമില്ലാതെ സലക്ഷണം, ലക്ഷണയുക്തമായിട്ടുള്ള വാക്കുകൾ മേന്മേൽ, മേൽക്കുമേൽ, ഒന്നിനു പുറകെ ഒന്നായിട്ട്, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരരുത്. അതേപോലെ അല്ലയോ മംഗലശീലേ ദേവി, അതെനിക്ക് എല്ലാ വാക്കുകളും ഒരുമിച്ചിങ്ങനെ തോന്നിപ്പിക്കുമാറാകണം. അടുത്തതായിട്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുന്നു. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൊരു, വൃഷ്ണിവംശത്തിലാണ് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത്. അങ്ങനെ ആ വംശത്തിൽ വന്ന് കൃഷ്ണനായിട്ട് പിറന്ന വിഷ്ണു വിശ്വാത്മാ, ആ വിശ്വം തന്നെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു വിശേഷിച്ചനുഗ്രഹിക്കണം, എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. കാരണം ആ വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് വ്യാസഭഗവാനാണ് അധ്യാത്മരാമായണം രചിച്ചത്. അതാണ് ഇവിടെ തർജ്ജമ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വ്യാസഭഗവാനെയും സ്തുതിക്കുന്നു. വിഷ്ണുജോദ്ഭവ സുത നന്ദന പുത്രൻ. വിഷ്ണുജോദ്ഭവൻ, വിഷ്ണുജൻ എന്നാൽ വിഷ്ണുവിൽ നിന്ന് ജനിച്ചവൻ. ഭഗവാൻ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ജനിച്ചവനാണ് ബ്രഹ്മാവ്. ആ വിഷ്ണുജനിൽ നിന്ന് ഉദ്ഭവം, വിഷ്ണുജൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് ഉദ്ഭവിച്ച വസിഷ്ഠ മഹർഷി, ആ വസിഷ്ഠ മഹർഷിയുടെ സുതൻ, മകൻ ശക്തി എന്ന് പറയുന്ന ആ മഹർഷി, ആ ശക്തിയുടെ നന്ദനൻ, ശക്തിയുടെ നന്ദനനാണ് പരാശരൻ, മകനാണ് പരാശര മഹർഷി. ആ നന്ദനന്റെ പുത്രൻ പരാശര മഹർഷിയുടെ മകൻ വ്യാസൻ. അപ്പോൾ വ്യാസഭഗവാനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുജോദ്ഭവ സുത നന്ദന പുത്രൻ എന്ന് പറഞ്ഞത്. അപ്പോൾ വ്യാസഭഗവാൻ വിഷ്ണുതാൻ തന്നെ, ഭഗവാൻ വിഷ്ണു തന്നെയാണ് വ്യാസനായിട്ടും പിറന്നത്. അങ്ങനെ വന്നു പിറന്ന ആ തപോധനൻ, ആ വ്യാസഭഗവാന്റെ ഒരു ഭാഗ്യം, വിഷ്ണു തൻ മായാഗുണ ചരിത്രമെല്ലാം കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ കാലത്ത്, അതേ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ആളാണ് വ്യാസഭഗവാൻ. അതുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ എല്ലാ ലീലകളും നേരിട്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച, അതാണ് തൻ മായാഗുണ ചരിത്രമെല്ലാം കണ്ട, എല്ലാം നേരിട്ട് കണ്ട കൃഷ്ണനാം, കൃഷ്ണൻ എന്ന് തന്നെയാണ് ആ വ്യാസഭഗവാനും മറ്റൊരു പേര് കൃഷ്ണദ്വൈപായനൻ. അങ്ങനെ കൃഷ്ണൻ തന്നെ ആയിരിക്കുന്ന പുരാണകർത്താവിനെ, എല്ലാ പുരാണങ്ങളുടെയും കർത്താവായിരിക്കുന്ന ആ വ്യാസഭഗവാനെ വണങ്ങുന്നേൻ, ഞാനിതാ വണങ്ങുന്നു. ഇനിയാണ് വാൽമീകി മഹർഷിയെ സ്തുതിക്കുന്നത്. നാൻമറ നേരായ, മറ എന്നതിന് വേദം എന്നാണ് അർത്ഥം. അപ്പൊ നാൻമറ, നാല് മറ, നാലു വേദങ്ങൾ, അതിൻ്റെ നേരായ, അതിൻ്റെ സാരം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് രാമായണം ചമയ്ക്കയാൽ, ആദികാവ്യമായ രാമായണം ചമച്ചതുകൊണ്ട് നാൻമുഖനുള്ളിൽ, നാൻമുഖൻ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ബഹുമാനത്തെ വളർത്തുരു, തന്നെക്കുറിച്ചുള്ള നല്ലൊരു മതിപ്പ് വളർത്തിയ ആ വാൽമീകി കവിശ്രേഷ്ഠനാകിയ
മഹാമുനിതാൻ, ആ വാൽമീകി എന്നു പേരായ കവിശ്രേഷ്ഠൻ, ആ മഹാമുനിതാൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. ആ മഹാമുനിയുടെ അനുഗ്രഹവും എനിക്ക് വേണം. ആ ഒരു അനുഗ്രഹം എനിക്ക് വരമായി തരാൻ വേണ്ടി ഞാനിതാ വന്ദിക്കുന്നു. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും. ഇനി പരമേശ്വരനെ, കാരണം പരമേശ്വരനും ശ്രീ പാർവതി ദേവിയുമായിട്ടുള്ള സംഭാഷണമാണ്, ആ രൂപത്തിലാണ് ഈ ഒരു രാമായണ കഥ, അധ്യാത്മ രാമായണം രചിച്ചിരിക്കുന്നത്. അതാണ് രാമനാമത്തെ സദാകാലവും ജപിച്ചിടും. എപ്പോഴും രാമനാമത്തെ ജപിക്കുന്ന കാമനാശനൻ ഉമാവല്ലഭൻ. കാമനാശനൻ, കാമദേവന്റെ ശത്രുവായിട്ടാണ്. ശത്രു എന്നാൽ കാമദേവൻ ഒരിക്കൽ ഈ പരമശിവന്റെ തപസ് ഇളക്കാൻ വേണ്ടി വന്നു. അങ്ങനെ കണ്ണു തുറന്നപ്പോൾ കാമദേവൻ ചാരമായിപ്പോയി. അതുകൊണ്ടാണ് പിന്നീട് കാമവൈരി എന്നൊക്കെയാണ് പരമേശ്വരനെ വിളിക്കുന്നത്. അങ്ങനെ കാമനാശനൻ, കാമത്തെ നശിപ്പിക്കുന്നവൻ, അങ്ങനെ മറ്റൊരു അർത്ഥവും പറയാം. മഹായോഗിയാണ് പരമേശ്വരൻ. അപ്പോൾ കാമവാസനയെയൊക്കെ നശിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള ഉമാവല്ലഭൻ, ഉമാദേവിയുടെ ഭർത്താവായിട്ടുള്ള മഹേശ്വരൻ, ശ്രീ മഹാദേവൻ, പരമേശ്വരൻ, സർവേശ്വരൻ എല്ലാം ഭഗവാന്റെ പര്യായങ്ങളാണ്. മാമകെ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ. മാമകെ എൻ്റെ മനസ്സിൽ എന്നും വാണിയിടുവാൻ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. ഇനി ദേവന്മാരെയും മറ്റു മുനിമാരെയും ഒക്കെ വന്ദിക്കുന്നു. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും. വാരിജോത്ഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും, നാരദൻ തുടങ്ങിയ മറ്റ് ദേവർഷിമാരും വാരിജ ശര അരാദി പ്രാണനാഥയും. ഇവിടെ വാരിജം എന്നതിന് വെള്ളത്തിൽ നിന്ന് ഉണ്ടായ താമര, താമര ശരമായിട്ടുള്ള ആൾ കാമദേവൻ. 5 ശരങ്ങളും പലവിധത്തിലുള്ള പുഷ്പങ്ങളാണ് കാമദേവന്. അപ്പൊ അങ്ങനെ വാരിജം തന്നെ ശരമായിട്ടുള്ള കാമദേവന്റെ അരാദി ശത്രു. അപ്പൊ കാമദേവന്റെ ശത്രു, ആ ശത്രു ആരാണ്? പരമശിവൻ. പരമശിവന്റെ പ്രാണനാഥ, പ്രാണനാഥയും. അപ്പോൾ പാർവതീദേവി മമ എന്നെ തുണയ്ക്കണം. അതുപോലെ വാരിജ മകളായ, ഇവിടെ വാരിജം എന്നതിന് സമുദ്രം എന്നർത്ഥം, സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ലക്ഷ്മീദേവി, വാരിജ മകൾ ലക്ഷ്മീദേവിയായിട്ടുള്ള ആ ദേവിയും എന്നെ തുണയ്ക്കണം. ഇനി കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ, ഇനി ബ്രാഹ്മണ സമൂഹത്തെ എല്ലാവരെയും വന്ദിക്കുകയാണ്. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണ അരുണാംബുജ ലീന പാംസു സഞ്ചയം. ചരണാരുണാംബുജ ലീന പാംസു സഞ്ചയം. എല്ലാറ്റിനും കാരണഭൂതന്മാരായിട്ടുള്ള, അതായത് ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അപ്പൊ ആ ബ്രഹ്മം എല്ലാറ്റിൻ്റെയും കാരണമാണ്. അതുകൊണ്ട് ആ ബ്രഹ്മത്തെ അറിയുന്നവരെ ആ കാരണഭൂതന്മാരായിട്ടുള്ള ബ്രാഹ്മണർ എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവർ അതായിട്ട് ഭവിക്കുമെന്നാണ്, ബ്രഹ്മം തന്നെയായിട്ട് ഭവിക്കും. അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ ചരണ അരുണ അംബുജം, അവരുടെ ആ പാദം എങ്ങനെയാണ്? അരുണ അംബുജം, നല്ല ഇളം ചുവപ്പുള്ള അംബുജം, താമര പോലെയാണ്. അതിലെ ലീന പാംസു സഞ്ചയം, വളരെ നേർത്ത പൊടി, അതിൻ്റെ ആ സഞ്ചയം, അവരുടെ കാലടികൾ, അതിനുള്ള അർഹതയെ എനിക്കുള്ളൂ എന്നാണ്. അവരുടെ കാലടികളിൽ പ്രണമിക്കുമ്പോൾ ആ കാലടികളിൽ നിന്നുണ്ടാകുന്ന പൊടികൾ മമ ചേതോദർപ്പണത്തിൻ്റെ, എൻ്റെ മനസ്സാകുന്ന ദർപ്പണം, കണ്ണാടി. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് അഴുക്കുകളുണ്ട്. ആ അഴുക്കുകളെയൊക്കെ, മാലിന്യമെല്ലാം തീർത്ത്
ശോധന ചെയ്തിടുവാൻ, എൻ്റെ മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ തീർക്കാനുള്ള ആ ഒരു ഔഷധമാണ് ആ ബ്രാഹ്മണരുടെ പദസഞ്ചയം. അതിലെ ആ പൊടി എൻ്റെ തലയിൽ, അവരുടെ ആ പാദം വന്ദിക്കുമ്പോൾ എൻ്റെ തലയിൽ അകപ്പെടുന്ന ആ പൊടിയുടെ ആ ഒരു പരിശുദ്ധി കൊണ്ട് എൻ്റെ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ഞാനിതാ ആവോളം വന്ദിക്കുന്നേ.